ഹലോ എവരിവൺ. ഇന്നത്തെ ടോപ്പിക്കാണ് ഹിസ്റ്റീരിയസ് ലൂപ്പ്. ഹിസ്റ്റീരിയസ് ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള PSCയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണ്. ഈ ഒരു ഏരിയയിൽ നിന്ന് ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ഇലക്ട്രിക്കലിനെ ബേസ് ചെയ്തിട്ടുള്ള കേരള PSCക്ക് ഉറപ്പായിട്ടും വരും. ഓക്കെ, അത് ഇനി അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ആവട്ടെ, സബ് എഞ്ചിനീയർ ആവട്ടെ, ഇലക്ട്രീഷ്യൻ പരീക്ഷയാവട്ടെ, ഏത് വേണമെങ്കിലാവട്ടെ, ഒരു ക്വസ്റ്റ്യൻ ഹിസ്റ്റീരിയസ് ലൂപ്പിൽ നിന്ന് ഉറപ്പാണ്. സോ ലെറ്റ്സ് ബിഗിൻ. Hysteresis loop എന്ന് പറഞ്ഞാൽ when a magnetic material is subjected to one cycle of magnetization, B always lags behind H so that the resultant BH curve forms a closed loop called hysteresis loop. അതായത് B always lags behind H. നമുക്ക് ഡയഗ്രത്തിൽ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു സോളിനോയിഡ് കൊടുത്തിട്ടുണ്ട്. സോളിനോയിഡിലേക്ക് നമ്മളൊരു സപ്ലൈ കൊടുക്കാൻ പോവാണ്. ഓക്കെ, നമുക്കറിയാം മാഗ്നറ്റൈസിങ് ഫോഴ്സ് എന്ന് പറയുന്ന എച്ച് എന്ന് പറയുന്നതിൻ്റെ ഫോർമുല എന്താണ്? ഇറ്റ് ഈസ് NI/L ആണ് അല്ലേ? സോ മാഗ്നറ്റൈസിങ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I. അതായത് നമ്മൾ കൊടുക്കുന്ന സപ്ലൈയുടെ കറണ്ടിനെ ബേസ് ചെയ്താണ് ഈ സോളിനോയിഡിനകത്ത് മാഗ്നറ്റൈസിങ് ഫോഴ്സ് ഉണ്ടാവാൻ പോകുന്നത്. മാഗ്നറ്റൈസിങ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I. ഇനി മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ആയ B ആരേക്ക് പ്രൊപ്പോർഷണൽ? B ഈക്വൽ ടു μH ആണ് അല്ലേ? B ഈക്വൽ ടു μH ആയതുകൊണ്ട് B ഈക്വൽ ടു μH ആണ്. അതെന്തുകൊണ്ടാണ്? B ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു H ആണ്. അപ്പം നമ്മൾ കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നോണോ? ഇവിടെ നമ്മൾ സപ്ലൈ കൊടുത്തിട്ട് കറണ്ട് നമ്മൾ ഇൻക്രീസ് ചെയ്യുകയാണ്. കറണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ ആര് ഇൻക്രീസ് ചെയ്യും? കറണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ മാഗ്നറ്റൈസിങ് ഫോഴ്സ് ഇൻക്രീസ് ചെയ്യും ഇൻ ദ പോസിറ്റീവ് ആക്സിസ്. അപ്പോൾ കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ് എച്ചിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ് B. അപ്പം ഒറിജിനിൽ ഈ പോയിൻ്റ് ആണല്ലോ ഒറിജിൻ പോയിന്റ് കൺസിഡർ ചെയ്യുമ്പോൾ കറണ്ട് ഒന്നും കൊടുത്തിട്ടില്ല. കറണ്ട് കൊടുക്കാത്ത സ്ഥലത്ത് H 0 ആണ്, Bയും 0 ആണ്. അപ്പോൾ ഒറിജിൻ പൊസിഷനിൽ രണ്ടും 0 ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കറണ്ട് സപ്ലൈ കൊടുക്കുമ്പോഴത്തേക്കും ഇതെന്തായി? H ഇൻക്രീസ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ്ലി B ഓൾസോ ഇൻക്രീസസ് അപ് ടു ദിസ് പോയിന്റ്. ഈ പോയിന്റിന് നമുക്ക് 1 എന്ന് എടുക്കാം. ഓക്കെ, സോ when supply is given, current starts increasing which leads to increase in H and so does B. അപ്പോൾ കറണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ H ഇൻക്രീസ് ചെയ്യും, H ഇൻക്രീസ് ചെയ്യുമ്പോൾ B ഇൻക്രീസ് ചെയ്യും. BH curve follows the path 0 to 1. ഇത് 0 പോയിൻ്റ് ആണ്, 0 പോയിന്റിൽ നിന്ന് 1 വരെ കേർവ് ഇൻക്രീസ് ചെയ്യും. അറ്റ് പോയിന്റ് 1 മാഗ്നറ്റിക് സാച്ചുറേഷൻ ഹാപ്പൻസ്. ഈ പോയിന്റ് 1-ലെത്തുമ്പോൾ മാഗ്നറ്റിക് സാച്ചുറേഷൻ, ഏത് മെറ്റീരിയലാണോ നമ്മൾ എടുത്തത് ആ മെറ്റീരിയലിന് മാഗ്നറ്റിക് സാച്ചുറേഷൻ ഹാപ്പൻസ്. അപ്പോൾ മാഗ്നറ്റിക് സാച്ചുറേഷൻ കഴിയുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം നമ്മുടെ H ഇവിടെ നിൽക്കുകയാണ്. Hനെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് 0-ലോട്ട് കൊണ്ടുവരികയാണ്. Hനെ റെഡ്യൂസ് ചെയ്ത് 0-ലോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മൾ സപ്ലൈ ഓഫ് ചെയ്യണം. സപ്ലൈ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് 0 ആവും. കറണ്ട് 0 ആകുമ്പോൾ H 0 ആവും. ഓക്കെ, അപ്പോൾ സെക്കൻഡ് പൊസിഷനിൽ ഈ മാഗ്നറ്റിക് സാച്ചുറേഷൻ നടന്നു കഴിഞ്ഞിട്ട് നമ്മൾ Hനെ 0 ആക്കുകയാണ്. Hനെ 0 ആക്കുമ്പം പക്ഷേ ഒരിക്കലും ഇത് തിരിച്ച് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഒരിക്കലും തിരിച്ച് 0-ലോട്ട് വരത്തില്ല. പക്ഷേ ഇവിടെ വന്ന് നിൽക്കും, ഇങ്ങനൊരു പൊസിഷനിൽ വന്ന് നിൽക്കും. ഓക്കെ, അതായത് നമ്മൾ പെർമനൻ്റ് മാഗ്നറ്റ്സ് പോലത്തെ മെറ്റീരിയൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് എന്ത് സംഭവിക്കും? റെസിഡിയൽ മാഗ്നറ്റിസം വന്ന് കയറും അല്ലേ? ഈ പോയിന്റ് 2-ൽ റെസിഡിയൽ മാഗ്നറ്റിസം ഉണ്ട്. ഈ റെസിഡിയൽ മാഗ്നറ്റിസം കൊണ്ട് തന്നെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഒരിക്കലും 0-ലോട്ട് വരത്തില്ല. അതാണ് സെക്കൻഡ് കേസ്. ആഫ്റ്റർ സാച്ചുറേഷൻ സപ്ലൈ ഈസ് റിമൂവ്ഡ്. കറണ്ട് കട്ട് ചെയ്തു, കറണ്ട് ബിക്കംസ് 0, ബട്ട് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി വിൽ നോട്ട് ബിക്കം 0 ഡ്യൂ ടു റെസിഡിയൽ മാഗ്നറ്റിസം. എന്തുകൊണ്ടാണ്? റെസിഡിയൽ മാഗ്നറ്റിസം കൊണ്ടാണ്. ദ ഡിഗ്രി ടു വിച്ച് എ മാഗ്നറ്റിക് മെറ്റീരിയൽ റീറ്റെയിൻ ഇറ്റ്സ് മാഗ്നറ്റിസം ആഫ്റ്റർ ദ മാഗ്നറ്റൈസിങ് ഫോഴ്സ് ഈസ് റെഡ്യൂസ്ഡ് ടു 0 ഈസ് കോൾഡ് റീറ്റെൻറ്റിവിറ്റി. അപ്പോൾ ഈ പോയിന്റിൽ നിൽക്കുന്നതിന് എന്താ പറയുന്നത്? റീറ്റെൻറ്റിവിറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അപ്പം നമുക്ക് ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിനെ നമ്മൾ 0 ആക്കണം. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയെ 0 ആക്കാൻ വീണ്ടും നമ്മൾ സപ്ലൈ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താവും? വീണ്ടും കറണ്ട് ഇൻക്രീസസ് ഇൻ ദ പോസിറ്റീവ് ഡയറക്ഷൻ ആണെങ്കിൽ H ഇൻക്രീസസ് ഇൻ ദ പോസിറ്റീവ് ഡയറക്ഷൻ. വീണ്ടും ഇതിങ്ങനെ പോകുമ്പം H ഇൻക്രീസസ് ഇൻ ദ പോസിറ്റീവ് ഡയറക്ഷൻ ആണെങ്കിൽ വീണ്ടും ഇങ്ങോട്ടേ പോകത്തുള്ളൂ. ഒരിക്കലും മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി 0-ലോട്ട് വരത്തില്ല. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി 0-ലോട്ട് വരുത്തണമെങ്കിൽ ഇനി എന്ത് ചെയ്യണം? മാഗ്നറ്റൈസിങ് ഫോഴ്സ് നെഗറ്റീവ് ഡയറക്ഷനിലോട്ട് കൊടുക്കണം. അപ്പോൾ മാഗ്നറ്റൈസിങ് ഫോഴ്സ് നെഗറ്റീവ് ഡയറക്ഷനിലോട്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കറണ്ടിനെ നെഗറ്റീവ് ഡയറക്ഷനിലോട്ട് കൊടുക്കണം. സോ കറണ്ട് ഷുഡ് ഇൻക്രീസ് ഇൻ ദ നെഗറ്റീവ് ഡയറക്ഷൻ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? സപ്ലൈ തിരിച്ചു കൊടുത്തിട്ട് current increases in the negative direction. Current increases in the negative direction means H increases in the negative direction. അപ്പോൾ H ഇങ്ങോട്ട് നെഗറ്റീവ് ഡയറക്ഷനിൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി 0-ലോട്ട് വരും. ഓക്കെ,
മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി നമ്മളിങ്ങനെയാണ് സീറോയിലോട്ട് കൊണ്ടുവരുന്നത്. ഈ പോയിൻ്റാണ് 3. അപ്പം ഈ ഫോഴ്സ് ഇതിനെയാണ് നമ്മൾ 0 to 3 വരെയുള്ള ഫോഴ്സാണ് നമ്മുടെ കൊഹസീവ് ഫോഴ്സ്. ഇറ്റ് ഈസ് ദ കൊഹസീവ് ഫോഴ്സ്. കൊഹസീവ് ഫോഴ്സിനെ പറ്റി നമ്മുടെ ഈ വർഷത്തെ നവംബർ 21, 2021 നടന്ന ഇലക്ട്രീഷ്യൻ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് ഏത് ഫോഴ്സാണ്. ദിസ് ഈസ് ദ കൊഹസീവ് ഫോഴ്സ്. അപ്പം when current I is reversed, H increases in the negative direction, which reduces the residual flux density to 0. Thus, the negative value of H required to reduce residual flux density to 0 is known as cohesive force. മിക്കവാറും ഈ cohesive force എന്താണെന്ന് ചോദിക്കാറുണ്ട്. എന്താണ് നെഗറ്റീവ് വാല്യൂ ഓഫ് എച്ച്? നമ്മൾ എച്ചിനെ നെഗറ്റീവ് വാല്യൂവിൽ ഇൻക്രീസ് ചെയ്യും. എന്തിന്? ഫ്ലക്സ് ഡെൻസിറ്റീനെ സീറോയിലോട്ട് കൊണ്ടുവരാൻ. ഈ ഫോഴ്സിനെയാണ് നമ്മൾ കൊഹസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി വീണ്ടും നമ്മൾ എച്ചിനെ നെഗറ്റീവ് ഡയറക്ഷനിൽ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആസ് എച്ച് ഇസ് ഫർദർ ഇൻക്രീസ്ഡ് ഇൻ ദ നെഗറ്റീവ് ഡയറക്ഷൻ, ബി ഓൾസോ റിവേഴ്സസ് ഡയറക്ഷൻ ആൻഡ് ഇൻക്രീസസ് നെഗറ്റീവ്ലി അറ്റ് പോയിന്റ് 4 അഗെയിൻ കോർ ഈസ് സാച്ചുറേറ്റഡ്. അതായത് നമ്മൾ നെഗറ്റീവ് ഡയറക്ഷനിൽ എച്ചിനെ ഇൻക്രീസ് ചെയ്തു, വീണ്ടും എച്ചിനെ നെഗറ്റീവ് ഡയറക്ഷനിൽ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോയിന്റ് 4 വീണ്ടും മാഗ്നറ്റിക് സാച്ചുറേഷൻ ആ മെറ്റീരിയലിൽ നടക്കും. പക്ഷേ എന്താണ്? മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് ഇൻ ദ നെഗറ്റീവ് ഡയറക്ഷനിൽ. ഓക്കെ, ഇവിടെ എത്തിയപ്പം വീണ്ടും മാഗ്നറ്റിക് സാച്ചുറേഷൻ നടന്നു. അപ്പോൾ മാഗ്നറ്റിക് സാച്ചുറേഷൻ നടക്കുമ്പോൾ വീണ്ടും നമ്മൾ എന്താ ചെയ്യുന്നത്? സപ്ലൈനെ കട്ട് ചെയ്യും. സപ്ലൈനെ കട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? മാഗ്നറ്റൈസിങ് ഫോഴ്സ് ആയി എച്ച് സീറോയിലോട്ട് വരും. പക്ഷേ മാഗ്നറ്റൈസിങ് ഫോഴ്സ് എച്ച് സീറോയിലോട്ട് വരുമ്പം ഒരിക്കലും മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി സീറോയിലോട്ട് വരത്തില്ല. ഇറ്റ് വിൽ ബി കമ്മിങ് ബാക്ക് ടു ദിസ് പൊസിഷൻ. അപ്പോൾ ഇതും വീണ്ടും എന്താണ്? റെസിഡിയൽ മാഗ്നറ്റിസം ആണ് അല്ലേ? 0 to 5 എന്ന് പറയുന്നത് ഇത് വീണ്ടും റെസിഡിയൽ മാഗ്നറ്റിസം ആണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? എച്ച് ഈസ് ഇൻക്രീസ്ഡ് ഇൻ ദ പോസിറ്റീവ് ഡയറക്ഷൻ. അപ്പോൾ എച്ച് പോസിറ്റീവ് ഡയറക്ഷനിലോട്ട് ഇൻക്രീസ് ചെയ്യുന്നതിന് ഫ്ലക്സ് ഡെൻസിറ്റീനെ സീറോയിലോട്ട് കൊണ്ടുവരാം. അപ്പോൾ അത് സീറോയിലോട്ട് വരും. ഓക്കെ, സീറോയിലോട്ട് വന്ന് വീണ്ടും എച്ചിനെ നമ്മൾ പോസിറ്റീവ് ഡയറക്ഷനിൽ ഇൻക്രീസ് ചെയ്യുമ്പം വീണ്ടും ഇങ്ങനെ വരും. ഇങ്ങനെ ഓരോ സൈക്കിൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. Okay, when current becomes 0, H is 0, but B is not 0 due to residual flux density, it reaches a 0.5. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? വീണ്ടും നമ്മൾ കറണ്ടിനെ ഇൻക്രീസ് ചെയ്യും ഇൻ ദ പോസിറ്റീവ് ഡയറക്ഷൻ. എന്തിന്? എച്ചിനെ പോസിറ്റീവ് ഡയറക്ഷനിൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ബീനെ പോസിറ്റീവ് ഡയറക്ഷനിൽ ഇൻക്രീസ് ചെയ്യാം. നൗ കറണ്ട് ഈസ് ഇൻക്രീസ്ഡ് ഇൻ പോസിറ്റീവ് ഡയറക്ഷൻ, എച്ച് ഇൻക്രീസസ് ഇൻ ദ പോസിറ്റീവ് ഡയറക്ഷൻ വിച്ച് ബ്രിങ്സ് ബി ബാക്ക് ടു 0, 0.6. Further increase in H causes B to increase towards a positive saturation at 0.1. The complete BH curve from 1, 2, 3, 4, 5, 6 to 1 is called the hysteresis loop. ഈ കംപ്ലീറ്റ് ഇത് നമ്മൾ 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഈ 1ലെത്തി, 2ലെത്തി, 3ലെത്തി, 4ലെത്തി, 5ലെത്തി, 6ലും എത്തി, വീണ്ടും 1ലെത്തുന്നതാണ് നമ്മുടെ ഹിസ്റ്റീരിയസ് ലൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹിസ്റ്റീരിയസ് ലോസ് എന്താണ്? ഹിസ്റ്റീരിയസ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് മനസ്സിലായി, ഒരിക്കലും നമ്മളിത് കറണ്ട് സപ്ലൈ കൊടുക്കുന്നതിനനുസരിച്ച് എച്ച് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് വേരി ചെയ്യും. പക്ഷേ ഒരിക്കലും എന്താണ്? മാഗ്നറ്റിക് ഫ്ലക്സ് അതിനനുസരിച്ച് അങ്ങ് ബിഹേവ് ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കേർവ് ഫോം ചെയ്യുമ്പം ഇതിൻ്റെ ഏരിയ, ഈ ഒരു ഫുള്ള് ലൂപ്പിൻ്റെ ഏരിയ റെപ്രസെൻറ്റ്സ് ദ ഹിസ്റ്റീരിയസ് ലോസ്. അതായത് ഈ ഒരു സർക്യൂട്ടിൽ എത്രമാത്രം എനർജി വേസ്റ്റഡ് ആയി. ഓക്കെ, അപ്പം ഈ ലൂപ്പിൽ കംപ്ലീറ്റ് ഏരിയ റെപ്രസെൻറ്റ്സ് ദ എനർജി ലോസ്. ഓക്കെ, ഹിസ്റ്റീരിയസ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്റീരിയസ് റിസൾട്ട് ഇൻ ദ ഡെസിപ്പേഷൻ ഓഫ് എനർജി വിച്ച് അപ്പിയേഴ്സ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. ഓക്കെ, വിച്ച് അപ്പിയേഴ്സ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്, ചൂടാവാൻ തുടങ്ങും. The energy wasted in this manner is proportional to the area of the loop. ഇതും അറിഞ്ഞിരിക്കണം. എനർജി, ഹിസ്റ്റീരിയസ് ലോസ് എന്ന് പറയുന്ന എനർജി is directly proportional to the area of the loop. Energy dissipated per second is eta Bmax raised to 1.6 FV. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഫോർമുലയാണ്. നമ്മൾ എഞ്ചിനീയറിംഗ് ബേസ്ഡ് ആയിട്ടുള്ള പരീക്ഷകൾക്ക് മിക്കവാറും ഈ ഫോർമുലയിൽ നിന്ന് ചോദിക്കാറുണ്ട്. വേറെ ഈറ്റ ഇസ് ദ ഹിസ്റ്റീരിയസ് കോയിഫിഷ്യൻ്റ്. നമുക്ക് ഹിസ്റ്റീരിയസ് ലോസ് പോലെ തന്നെ നമ്മൾ പഠിക്കുന്ന വേറൊരു ലോസാണ് എഡി കറണ്ട് ലോസ്. അപ്പോൾ ഈ ഒരു രണ്ട് സാധനത്തിൽ നിന്നും എന്താണേലും ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഹിസ്റ്റീരിയസ് ലോസിനെ നമ്മൾ WH ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, വിച്ച് ഈസ് ഈറ്റ Bmax
റേസ് ടു 1.6 FV. അപ്പം നമ്മുടെ അടുത്ത് PSCയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഹിസ്റ്റീരിയസ് ലോസ് ഏതിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഹിസ്റ്റീരിയസ് ലോസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എഫ് ആണോ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു F² ആണോ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/F ആണോ എന്ന്. അതുപോലെ തന്നെ എഡി കറണ്ട് ലോസ് ഉണ്ട്. എഡി കറണ്ട് ലോസ് എന്ന് പറയുന്നത് Bmax സ്ക്വയർ F² V² T ആണ്. T² ആണെന്ന് തോന്നുന്നു. ഓക്കെ, എന്താണെങ്കിലും എഡി കറണ്ട് ലോസ് F² ആണെങ്കിൽ ഹിസ്റ്റീരിയസ് ലോസ് എഫിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ ഹിസ്റ്റീരിയസ് ലോസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Bmax റേസ് ടു 1.6 ആണ്. ഇതും അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യമാണ്. ഇതും നമുക്ക് ചോദിക്കാറുണ്ട്, ഈ രണ്ട് കാര്യങ്ങൾ ഹിസ്റ്റീരിയസ് ലോസിനെ ബേസ് ചെയ്തിട്ട്. എഡി കറണ്ട് ലോസ് ആണ് Bmax സ്ക്വയറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈ ഏരിയയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാട്ടോ. ഒന്നീ ഈ കൊഹസീവ് ഫോഴ്സ് അല്ലെങ്കിൽ ഈ ഹിസ്റ്റീരിയസ് ലോസിൻ്റെ ഈ ഒരു കാര്യങ്ങൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എഫ് ആണോ, Bmax റേസ് ടു 1.6 ആണോ. ഇനി ഹിസ്റ്റീരിയസ് ലോസ് കുറയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ക്വസ്റ്റ്യനും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പം നമ്മൾ ഹിസ്റ്റീരിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് റെസിഡ്യൂൽ മാഗ്നറ്റിസം ഉണ്ട് അല്ലേ. അപ്പം നമ്മൾ സിലിക്കൺ സ്റ്റീൽ ടൈപ്പ് മെറ്റീരിയൽ ആണെങ്കിൽ അതിൻ്റെ അകത്ത് ഹിസ്റ്റീരിയസ് ലൂപ്പ് എങ്ങനെയാണ്? ഹിസ്റ്റീരിയസ് ലൂപ്പിൻ്റെ ഏരിയ വളരെ വളരെ ചെറുതാണ്. ഇതിങ്ങനെ നാരോ ആയിരിക്കും. ഓക്കെ, ഹിസ്റ്റീരിയസ് ലൂപ്പിൻ്റെ ഏരിയ വളരെ വളരെ ചെറുതാണ് സിലിക്കൺ സ്റ്റീലിൻ്റെ. ദസ് വൈഡ്ലി യൂസ്ഡ് ഫോർ മേക്കിംഗ് ട്രാൻസ്ഫോമർ കോർ ആൻഡ് റൊട്ടേറ്റിംഗ് മെഷീൻസ്. നമ്മുടെ DC മെഷീൻസിൻ്റെ അകത്തും ട്രാൻസ്ഫോമറിൻ്റെ അകത്തും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് സിലിക്കൺ സ്റ്റീലാണ്. ഓക്കെ, എന്താണ് വിച്ച് ആർ സബ്ജക്റ്റഡ് ടു റാപ്പിഡ് റിവേഴ്സൽ ഓഫ് മാഗ്നറ്റൈസേഷൻ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യനും ചോദിക്കാറുണ്ട്, ഹിസ്റ്റീരിയസ് ലോസ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്ന്. ഹിസ്റ്റീരിയസ് ലോസ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ റൊട്ടേറ്റിംഗ് മെഷീനിലും ട്രാൻസ്ഫോമറിൻ്റെ അകത്തുമൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സിലിക്കൺ സ്റ്റീലാണ്. എന്തുകൊണ്ടാണ്? അതിൻ്റെ ഹിസ്റ്റീരിയസ് ലൂപ്പിൻ്റെ ഏരിയ വളരെ ചെറുതാണ്. ഏരിയ ചെറുതാവും തോറും എനർജി ലോസ് കുറഞ്ഞിരിക്കും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി ഹാർഡ് സ്റ്റീലിനാണെങ്കിൽ ഏരിയ വളരെ വളരെ കൂടുതലാണ്. ലൂപ്പ് ഏരിയ ഈസ് ലാർജ്. ദിസ് മെറ്റീരിയൽ ഹാസ് എ ഹൈ റീറ്റൻറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇതല്ലേ, ഹൈ റീറ്റൻറ്റിവിറ്റി ആൻഡ് ഹൈ കൊഹസിവിറ്റി. ഓക്കെ, ഈ സൈഡിൽ വരുന്നത് കൊഹസിവിറ്റിയും ഈ സൈഡിൽ വരുന്നത് റീറ്റൻറ്റിവിറ്റിയും. അപ്പം ഹാർഡ് സ്റ്റീലിന് ഏരിയ കൂടുതലാണ്, ഹൈ റീറ്റൻറ്റിവിറ്റി ആൻഡ് ഹൈ കൊഹസിവിറ്റി, ഗ്രേറ്റർ ഹിസ്റ്റീരിയസ് ലോസ്. എന്നാലും നമ്മളിത് യൂസ് ചെയ്യും സ്യൂട്ടബിൾ ഫോർ മേക്കിംഗ് പെർമനൻറ്റ് മാഗ്നറ്റ്സ്. പെർമനൻറ്റ് മാഗ്നറ്റ്സിൻ്റെ അകത്ത് എങ്ങനെ പോയാലും റെസിഡ്യൂൽ മാഗ്നറ്റിസം കൂടുതൽ വേണം അല്ലേ. റെസിഡ്യൂൽ മാഗ്നറ്റിസം കൂടുതൽ വേണ്ടടുത്ത് നമ്മൾ ഹാർഡ് സ്റ്റീലാണ് യൂസ് ചെയ്യുന്നത്. ഇനി റൗട്ട് അയൺ എന്ന് പറഞ്ഞാൽ ഹിസ്റ്റീരിയസ് ലൂപ്പ് ഏരിയ ഈസ് ആവറേജ്. ഇതിൻ്റെ രണ്ടിൻ്റെയും നടുക്ക് നിൽക്കും. സിലിക്കണും അല്ല ഹാർഡും അല്ല. സിലിക്കൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര നാരോ ആയിരിക്കും സിലിക്കൺ സ്റ്റീലിന്, ഹാർഡ് സ്റ്റീലിന് ലൂപ്പ് ഏരിയ കൂടുതലായിരിക്കും. റൗട്ട് അയണിൻ്റെ അകത്താണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ നിൽക്കും. ഹാസ് എ ഫെയർലി ഗുഡ് റെസിഡ്യൂൽ മാഗ്നറ്റിസം ആൻഡ് കൊഹസിവിറ്റി, suitable for making cause of electromagnets. Electromagnets എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പററി മാഗ്നറ്റ്സ് ആണ്. ടെമ്പററി മാഗ്നറ്റ്സിനെ നമ്മൾ റൗട്ട് അയൺ ആണ് യൂസ് ചെയ്യുന്നത്. ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്, റിപ്പീറ്റ് ചെയ്യുന്നതോടെ നമ്മളിത് ഓർത്തിരിക്കത്തുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ്. ഇനി ഒരു നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ നോൺ മാഗ്നറ്റിക് മെറ്റീരിയലിന് BH കർവ് എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പോൾ നമ്മുടെ അടുത്ത് ഇങ്ങനെ ചിലപ്പം ഇനിയിപ്പോൾ അഡ്വാൻസ്ഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് വരാൻ പോകുന്നത്. അപ്പം ഹിസ്റ്റീരിയസ് ലൂപ്പിൻ്റെ നോൺ മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ ഹിസ്റ്റീരിയസ് ലൂപ്പ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BH കർവ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അല്ലെങ്കിൽ എയറിൻ്റെ മാഗ്നറ്റിക് ക്യാരക്ടറിസ്റ്റിക് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BH ക്യാരക്ടറിസ്റ്റിക് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ, ഇതൊരിക്കലും ഒരു കർവ് ഒന്നും ആകത്തില്ല. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു ടോപ്പിക്കാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഫ്രിഞ്ചിങ്. ഫ്രിഞ്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രിഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ ഇടയിൽ ഒരു എയർ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ആ ഗ്യാപ്പ് ഏരിയയിൽ ഫ്ലക്സ് ഒന്ന് കർവ് ചെയ്യും. ഓക്കെ, വെൻ ആൻ എയർ ഗ്യാപ്പ് ഒക്കേഴ്സ് ഇൻ എ മാഗ്നറ്റിക് സർക്യൂട്ട് ദ ഫ്ലക്സ് അറ്റ് ദ എഡ്ജസ് ഓഫ് ദ ഗ്യാപ്പ് ബെൻസ്ഡ് ഔട്ട്വേർഡിൽ ബെൻഡ് ചെയ്തിരിക്കും. ദിസ് ഈസ് നോൺ ആസ് എ ഫ്ലക്സ് ഫ്രിഞ്ചിങ്. ഇതും ചില പരീക്ഷകളിൽ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഫ്രിഞ്ചിങ് എന്ന് പറയുന്നത് അത് സംഭവിക്കുന്നത് എയർ ഗ്യാപ്പിലാണ്. എയർ ഗ്യാപ്പിൽ എന്ത് സംഭവിക്കും? ഫ്ലക്സ് ഒന്ന് കർവ് ചെയ്യും അല്ലേ, ഫ്ലക്സ് ബെൻസ് ഔട്ട്വേർഡ്. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ടോപ്പിക്ക്. താങ്ക് യു.